കുറേ ദിവസം മഴയായതുകൊണ്ട് ടർഫിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇന്ന ടർഫിൽ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പറയാൻ പോകുന്നത്. ഇന്ന് പല കുട്ടികളും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പാർട്ട്ണർ ഇല്ല. സ്വന്തമായിട്ട് ഒരു കുട്ടിക്ക് എനിക്ക് പ്രാക്ടീസ് ചെയ്യണോ, ഒരു വലിയ പ്ലെയർ ആണെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വരാനോ ഒരു പാർട്ട്ണർ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വേറെ ആരും ഒരു ഇതില്ലാണ്ട് ഒറ്റയ്ക്ക് ഒരു ബോളും ഒരു ഗ്രൗണ്ടും വെച്ചിട്ട് നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളൊരു വിഷയം. വീട്ടിൽ നിന്നല്ല, ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഒറ്റയ്ക്ക് വേറെ ആരും ഇല്ലാണ്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഇത് കാണിച്ചു തരുന്നത്. ഇത് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അതേ കുട്ടികൾക്കും ഇതെന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഒന്നുമല്ല തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ എന്ത് കളിയാണെങ്കിലും എന്ത് പ്രാക്ടീസ് ആണെങ്കിലും തുടങ്ങേണ്ടത് നമുക്ക് വാമപ്പിൽ തുടങ്ങാം. വാമപ്പ് ഞാൻ ഇതിനു മുമ്പ് വാമപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി നോക്കിയാൽ മതി. ജസ്റ്റ് ഞാൻ ഓരോ വാമപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് കാലും കൈയൊന്ന് സ്ട്രെച്ച് ചെയ്യുക, കാല് മടക്കി സ്ട്രെച്ച് ചെയ്യുക. കാലിൻ്റെ എല്ലാ ജോയിൻസും ഇതാകുന്ന പോലെ മുമ്പിൽ ബാക്കിൽ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിച്ചിരുന്നതാണ്. ഡീറ്റെയിൽസ് ആയിട്ട് ഈ സ്ട്രെച്ചിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി അത് തന്നെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ അതിന് ഷോർട്ടായിട്ട് ഇപ്പം കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഫോണിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ എന്തായാലും പോയി കണ്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം വാമാവേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത്. ഈ 5 മിനിറ്റ് തന്നെ നിങ്ങൾ കളിക്കും മുമ്പ് ഇപ്പം ചെയ്താലും നല്ല കാര്യം. 5 മിനിറ്റ് നമ്മൾ പഠിച്ചിട്ടാ കളി തന്നെ വലിയ പ്രശ്നം തന്നെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ബോൾ കൺട്രോളിങ് ഡ്രിൽസ്. നിങ്ങൾ സ്ട്രൈക്കർ ആണെങ്കിൽ ശരി, വിൻ ബാക്ക് ആണെങ്കിൽ ശരി, ആരാണെങ്കിലും ശരി, ഗോൾ കീപ്പർക്കും ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളിത് ഒരേപോലെ പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ഒരു 3-4 കോണ് വെക്കുക, ഒരു 4 കോൺ വെച്ചാൽ മതി. കുറച്ച് ദൂരെയായിട്ട് ഒരു കോൺ പ്ലേസ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ഒരു കോൺ പ്ലേസ് ചെയ്യുക, അതേപോലെ ലെഫ്റ്റ് സൈഡിലും ഒരു കോൺ പ്ലേസ് ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബോൾ കൺട്രോളിന് വേണ്ടിയിട്ട്, വേറൊന്നുമല്ല. നമുക്ക് ബോൾ കൺട്രോൾ ചെയ്ത് ബോൾ കൊണ്ടുവന്ന് അതെല്ലാം നിങ്ങൾ ഡിഫൻഡേഴ്സ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ബോൾ എടുക്കാൻ പോകുന്നത് അവിടെ നിന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നത്, സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് വേറെ ഡയറക്ഷനിൽ മൂവ് ചെയ്യേണ്ടി വരുന്നത്. അവിടെ വേറൊരു ഡിഫൻഡർ അദ്ദേഹത്തിന് ഡ്രിബിൾ ചെയ്തിട്ട് പോകണമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കളിക്കണമെങ്കിൽ കളിക്കുക. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അത് നമ്മളെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അവിടെ നമുക്കൊരു ജർഗിങ്ങും ഓരോരോ സ്റ്റോപ്പിങ്ങും വേണം. എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറയുന്നത് കളിക്കുമ്പോൾ ആൾക്കാർ കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ എടുത്ത് പോയിട്ട് അടിച്ച് പ്രാക്ടീസ് ചെയ്യുവോ കൺട്രോൾ ചെയ്യുവോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഇതാവില്ല. അപ്പോൾ ഒരു ഡിഫൻഡർ എന്തിനാണ് പോസ്റ്റെല്ലാം അടിച്ച് പഠിക്കുന്നത്, ഇതെല്ലാം പഠിക്കുന്നത് വെച്ചാൽ എല്ലാവരും ഒരു ഡിഫൻഡർ ആണെങ്കിലും ഗോൾ അടിക്കേണ്ട അവസരം വരും, സ്ട്രൈക്കർ ആണെങ്കിലും ഗോൾ അടിക്കേണ്ട അവസരം വരും, ഒരു ഡിഫൻഡർ ആണെങ്കിൽ ഡ്രിബിൾ ചെയ്യേണ്ട അവസരം വരും, സ്ട്രൈക്കർക്കും ഡ്രിബിൾ ചെയ്യേണ്ട അവസരം വരും. എല്ലാവർക്കും എല്ലാ അവസരം വരും. അവരവരെ പൊസിഷനിൽ അവരത് ബെറ്റർ ആയിട്ട് അത് അവരവരെ പൊസിഷൻ ഏതാണെന്ന്
അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇത് നമ്മൾ ഡെയിലി നമ്മളെ ബോൾ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷൂട്ടിംഗ് എബിലിറ്റി കിക്കിംഗ് എബിലിറ്റി എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. ഫസ്റ്റ് ഈ കോണ് ഡ്രിബിൾ ചെയ്ത് പോവുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പോവാം, 2 കാല് യൂസ് ചെയ്തിട്ടോ 1 കാല് യൂസ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ പോവാം. കോണ് ഡ്രിബിൾ ചെയ്യുന്ന 1-2 വീഡിയോ ഞാൻ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ മേലെ കൊടുക്കുക. ഇത് നിങ്ങൾ ഈ രണ്ടാമത് ചെയ്ത സ്കില്ലിൽ നിങ്ങൾ അവിടെ വെച്ച ഓരോരോ കോണുകളും നിങ്ങൾ അതൊരു ഡിഫൻഡറായിട്ട് തന്നെ നിങ്ങളെ മനസ്സിൽ കണക്കൂട്ടണം. നിങ്ങൾ അദ്ദേഹത്തിനെ ഡ്രിബിൾ ചെയ്യുന്ന ഓരോ ഡ്രിബിൾ ചെയ്യുമ്പോൾ അദ്ദേഹം മാറിപ്പോകുന്ന ഓരോ മാറിപ്പോകുമ്പോൾ നിങ്ങൾ തിരിച്ച് ഡ്രിബിൾ ചെയ്യുന്ന പോലെ ഇതെല്ലാം നിങ്ങളെ മനസ്സിൽ സങ്കല്പം ചെയ്യണം. അങ്ങനെ ചെയ്തുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഉപകാരം കിട്ടുള്ളൂ. ഇല്ലാണ്ട് വെറുതെ ഒരു കോണല്ലേ അതിന് അപ്പുറം ഇപ്പുറത്തോട്ട് ഡ്രിബിൾ ചെയ്താൽ പോരെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതത്ര യൂസ്ഫുൾ ആയി മാറില്ല. നമ്മൾ ശരിക്കും മനസ്സിൽ ആളുണ്ടെങ്കിലും മുമ്പിൽ ഒരു ഡിഫൻഡർ ഉണ്ട്, അദ്ദേഹത്തിന് നമ്മൾ ഡ്രിബിൾ ചെയ്ത് പോകണമെന്നല്ലോ മനസ്സിൽ പോകണം. ഡിഫൻഡർ ആയിട്ട് തന്നെ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനുള്ള നമുക്ക് റിസൾട്ട് നമുക്ക് പുറത്താകാൻ പറ്റുള്ളൂ. അടുത്തത് മൂന്നാമത്തത് നമുക്ക് പാസിങ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പഠിക്കുന്നത് ഏറ്റവും വലിയ റിസ്ക്കാണ്. നമുക്ക് കുറച്ച് പാടുപെടണം, എല്ലാം പാടുപെട്ടാലേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പാസിങ് എങ്ങനെയാണ് ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ സെൻറ്ററിൽ ഒരു കോണ് വെക്കുക. സെൻറ്ററിൽ ഒരു കോണ് വെച്ചിട്ട് നാല് പ്ലേയേഴ്സ്, ഇപ്പോൾ ഞാൻ ക്യാമറ കിട്ടാത്തതുകൊണ്ട് ബാക്കിലെ പ്ലേയേഴ്സ് അടുത്ത് വെച്ചതാ. നിങ്ങൾ സെൻറ്ററിലുള്ള നാല് പ്ലേയേഴ്സ് ഉണ്ട്. നമ്മൾ സെൻറ്ററിൽ നിന്ന് പാസ് കൊടുക്കുന്നത്, ഇത് ബാക്ക്, ഇത് ഫ്രണ്ടിലേക്ക് പാസ് കൊടുക്കുന്നത്. ഇതൊരു ഡിഫൻഡർ ആയിട്ട് തന്നെ നിങ്ങൾ കണക്കൂട്ടിക്കും. നമ്മൾ ഇവിടെയും വെറുതെ ഒരാൾക്ക് പാസ് കൊടുക്കലായിരുന്നു, ഒരാൾക്ക് കൊടുക്കുന്ന പോലെ ആക്കിയിട്ട് മറ്റേക്ക് പാസ് കൊടുക്കുക, മറ്റേക്ക് പാസ് കൊടുക്കുന്ന പോലെ ആക്കിയിട്ട് മറ്റേക്ക് പാസ് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പാസ് കൊടുക്കുമ്പോൾ തന്നെ ചെറിയ സ്കില്ലും കാര്യങ്ങളും എല്ലാം നമ്മൾ പാസ് കൊടുക്കുമ്പോൾ എല്ലാം എടുത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് പാസ് കൊടുക്കാൻ പാസ് കൊടുക്കുന്നില്ല, അതാ കൊടുക്കാൻ പോകുന്നത്, അത്രയേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റ് കോണ് കൊള്ളുമോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഏകദേശം കോണിൻ്റെ അടുത്ത് അതൊരു പ്ലെയർ അല്ലേ, പ്ലെയർ മൂവ് ചെയ്തെടുത്തോളൂ. എന്നിട്ട് വെച്ചിട്ട് നമ്മൾ മാക്സിമം കോണിൽ തന്നെ അടിക്കാൻ ശ്രമിക്കുക. വേറെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഡിഫൻഡർ മുമ്പിലാണെങ്കിൽ നമ്മളിതാ പാസ് കൊടുക്കാൻ വന്ന് ഡിഫൻഡർ ഒന്ന് അടച്ച് തിരിച്ച് പാസ് കൊടുക്കാൻ വന്ന് അടച്ച് മൈനസ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ മാറി എല്ലാവർക്കും മാറി എടുത്ത് ഒരാൾക്ക് മാറി കൊടുക്കുക. ഇതെല്ലാം മനസ്സിൽ സങ്കല്പമാണ്. നമ്മളിങ്ങനെ സങ്കല്പം ചെയ്ത് ഡിഫൻഡർ നമ്മളോട് ഓടി വരുന്നതിന് നമ്മൾ വിചാരിച്ചെടുക്കുക. നമ്മൾ ഇദ്ദേഹത്തിന് പാസ് കൊടുക്കാൻ നമ്മൾ ബോൾ എടുത്തിട്ട് പോകുന്നത്, ഡിഫൻഡർ നമ്മളെ കൂടെ തന്നെ വരുന്നത്, നമ്മൾ തിരിഞ്ഞ് ഇപ്പുറത്ത് കൊടുക്കാൻ പോകുന്നത്, ഇപ്പുറത്ത് കൊടുത്ത് ബോൾ. മനസ്സിലായോ? ഇപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ നമ്മൾ ഇങ്ങനെ ഓരോ സിറ്റുവേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യും. അടുത്തൊരു സിറ്റുവേഷൻ നമ്മളിതാ നമ്മൾ അതേ ഡിഫൻഡർക്ക് ബോൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ ബോൾ എടുക്കാൻ പോകുമ്പോൾ എന്താവും, ഡിഫൻഡർ ഇവിടെ വരും. അപ്പോൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ബോൾ എടുക്കാൻ പോകുമ്പോൾ നമ്മളിതാ പോകുന്നത് ഡിഫൻഡർ ഇവിടെ വന്ന് തിരിച്ച് ബോൾ കൊടുത്ത്. അപ്പോൾ ഓരോരോ എങ്ങനെ നമ്മളൊരു ഡിഫൻഡിങ് കളിക്കുന്ന ആളല്ലേ, അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കളിക്കുമ്പോൾ എങ്ങനെ ഡിഫൻഡർ വരുന്നു. അപ്പോൾ ഓരോരോ നമുക്ക് ഇതിൽ നമുക്ക് ഓരോ സ്കില്ലും പഠിക്കാം. അറ്റ് എ ടൈം നമ്മൾ പാസ് കൊടുക്കുമ്പോൾ നമ്മൾ പാസിങ് അക്രോസിങ് കൂടും. അങ്ങനെ കുറേ ഉപകാരമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ 4 ഭാഗത്ത് 4 ആളെ വെച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ തന്നെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയർ ബോൾ പാസ്സാ. ഈ നിങ്ങൾ 11th ഗ്രൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല, 5th ഗ്രൗണ്ട് എയർ ബോൾ പാസ് കുറച്ച് പ്രശ്നമുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ 11th ഗ്രൗണ്ട് ആയിട്ടാണെങ്കിൽ ഒരു പ്ലെയർ നിങ്ങൾ തന്നെ എടുത്ത് നിന്നിട്ട് ഒരു ലൈനിന് അടുത്ത ലൈനിലേക്ക് ഒരു കോൺ വെച്ചിട്ട് നമ്മളൊരു ടാർഗറ്റ് വെക്കണം. ഇവിടെ ഇന്ന സ്ഥലത്ത് വെറുതെ എടുത്ത് പൊന്നിച്ചടിക്കാൻ പാടില്ല. നമ്മളൊരു ടാർഗറ്റ് വെക്കുക, ഒരു കോണോ എന്തെങ്കിലും കാര്യം വെക്കുക, ലൈൻ ടു ലൈന്, ഇവിടുന്ന് ലൈന് അപ്പുറത്തെ ലൈനിലേക്ക് വെച്ചിട്ട് നമ്മൾ അതിന് കണക്കായിട്ട് ഏകദേശം ആ കോണിന് കൊള്ളുന്ന പോലെ ബോൾ സെൻറ്ററിലെല്ലാം മാൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കി സെൻറ്ററിലെല്ലാം മാൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തെ കോണിലേക്ക് നമ്മൾ കറക്റ്റ് പാസ് കൊടുക്കുന്നിട്ട് പൊന്നിച്ച് കറക്റ്റ് പാസ് കൊണ്ടോ നോക്കുക. വെറുതെ എടുത്ത് ആ ബോൾ എടുക്കേണ്ടിയിട്ട് തിരിച്ച് ഓർഡർ മെല്ലെ പോയി ബോൾ എടുക്കുക. അടുത്ത ബോൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. സെൻറ്റർ ബോൾ വെക്കുക, സെൻറ്ററിൽ നിന്ന് കോർണറിലേക്ക് പൊന്നിച്ചിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ പൈസിൽ എയർ ബോൾ കൊടുക്കുക. ഒരു ചെറിയൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ തോണ്ടിച്ചാടൂല്ലേ, ഇങ്ങനെ നമ്മൾ ഈ നെയ്മറിനെല്ലാം ഇതാക്കുന്ന പോലെ ഇങ്ങനെ അടിയിൽ കാലെടുത്തിട്ട് ഇങ്ങനെ തോണ്ടിച്ചാടൂല്ലേ, അത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഈ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നടുവിൽ പ്ലെയർ ഉണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് കൊടുക്കുകയും ചെയ്യാം. ആ പൊന്തി കറക്റ്റ് മാനിനെ എടുക്കാൻ പറ്റുന്ന പോലെ സ്പീഡിലേക്ക് കാല് പോകും. നമ്മൾ ഇവിടുന്ന് അടിക്കുവാണെങ്കിൽ നമുക്ക് അധികം പൊന്തിക്കുമ്പോൾ ബോൾ ദൂരെ പോകും, അല്ലെങ്കിൽ ഫാസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഈ ചെറിയ ഗ്രൗണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ
ഈ ഒരു തോണ്ടി ചാടുമ്പോൾ അടിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് തോണ്ടി ചാടുമ്പോൾ ഈ നടുവിൽ മേനുണ്ടെങ്കിലും കറക്റ്റ് അവിടെ പോകും, പ്ലേസിൽ പോകും. നിങ്ങൾക്കിപ്പോൾ കോർണർ ടു കോർണറിലാണെങ്കിൽ സുഖമായിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഒരു ചിപ്പായിട്ട് കിക്ക് ചെയ്ത് കൊടുക്കാം, അത് കുഴപ്പമില്ല. ഇവിടുന്ന് സുഖമായിട്ട് ചിപ്പായിട്ട് കറക്റ്റ് കാലിൽ പോകും. പക്ഷെ നമ്മൾ ഇനി വരുന്നത് അടുത്ത് ഈ സെൻറ്ററിൽ നിന്നെല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തോണ്ടി നമ്മൾ ഇങ്ങനെ അടിയിൽ കാലിട്ടിട്ട് വലിച്ച് ചാടുന്ന ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മെത്തേഡാണ്. അത് കുട്ടികൾക്ക് അറിയായിരിക്കും. നമ്മളിപ്പോൾ അപ്പുറം മേനുണ്ടെങ്കിൽ നമ്മൾ കാല് വെക്കുന്നു ഇത് വേണ്ട മേൻ സുഖമായിട്ട് ഒരു പ്ലെയർക്ക് എങ്ങനെ വേണമെങ്കിലും സുഖമായിട്ട് കാലിൽ റിസീവ് ചെയ്ത് കളിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പാസുകൾ നിങ്ങൾ ഇത്ര രീതിയിൽ പാസ് കൊടുത്ത് പഠിക്കുക. ഇപ്പോൾ ലാസ്റ്റത്തെ കാര്യം നമ്മൾ കിക്ക് ചെയ്തല്ലോ ഷൂട്ട് ചെയ്ത് പഠിക്കുക. ഷൂട്ട് ചെയ്ത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും കണ്ട നമ്മൾ സെൻറ്ററിലൊരു കോണ്, സൈഡിലൊരു കോണ്, ഈ സൈഡിലൊരു കോണ്. പിന്നെ അപ്പം പറയുന്ന പോലെ ഇതെല്ലാം ഒരു ഡിഫൻഡേഴ്സ്. നമ്മൾ പോകുന്ന ജസ്റ്റ് ഡിഫൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ഫേക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മാറുന്നു. നമ്മളിപ്പോൾ സെൻറ്ററിലോട്ട് പോകുന്നതാണെങ്കിൽ നമ്മൾ പോകുന്നു ജസ്റ്റ് ഒന്ന് മാറുന്നു അടിക്കുന്നു. നമ്മൾ അടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് ബോൾ പുറത്ത് പോയാലും സാറില്ല, അടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ മാക്സിമം സൈഡിൽ തന്നെ അടിച്ച് പഠിക്കുക. 2 പോസ്റ്റിൻ്റെ ഏതെങ്കിലും സൈഡിൽ തന്നെ നമ്മൾ അടിച്ച് പഠിച്ചാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പുറത്ത് പോയാലും നമ്മൾ പഠിക്കുന്നല്ലേ, നമ്മൾ പഠിക്കുമ്പോൾ സൈഡിൽ തന്നെ അടിച്ച് പഠിക്കുമ്പോൾ സെൻറ്ററിൽ ഗോളി ഉണ്ടെങ്കിലും നമുക്ക് ഗോൾ ചാൻസ് കൂടുതലായിരിക്കും. നമ്മൾ ഈ പുറത്ത് പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൈഡിൽ അടിച്ച് പഠിക്കാത്തില്ല. അപ്പോൾ മാക്സിമം സൈഡിൽ തന്നെ അടിച്ച് പഠിക്കുക. ഞാൻ ഒന്നും കൂടി പറയാം, ഇതെല്ലാം ഡിഫൻഡേഴ്സ് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ ഓരോന്ന് തിങ്ക് ചെയ്യുക, ഡിഫൻഡർ എങ്ങനെയെല്ലാം ചെയ്യും, നമുക്ക് എങ്ങനെയെല്ലാം അതായത് കളിപ്പിച്ച് പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഓരോ ഇതിലേക്ക് പോവുക. നമ്മൾ ഉള്ളിലേക്ക് കളിപ്പിക്കുന്ന പോയിട്ട് അടിച്ചോളുക. സൈഡിൽ തന്നെ അടിക്കുക. നമ്മൾ എല്ലാ പൊസിഷനിലും എല്ലാ ടൈമിലും നമുക്ക് ഓടി തന്നെ പോകാൻ പറ്റില്ല. നമ്മൾ ഡിഫൻഡർ നിൽക്കേണ്ടി വരും. നമ്മൾ ഡിഫൻഡർക്ക് നിൽക്കുക, എന്നിട്ട് എന്തെങ്കിലും ഫേക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അടിച്ചു നോക്കുക. നമ്മൾ വാംപ് ചെയ്തിട്ടേ കളി തുടങ്ങാൻ പാടുള്ളൂ. വാംപ് ചെയ്യുക, അതിനുശേഷം ബോൾ കൺട്രോൾ ചെയ്യേണ്ട ഡ്രില്ലുകൾ ചെയ്യുക. ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ പോയി ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നുള്ളാക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാം അതുകൊണ്ട് ഫസ്റ്റ് അത് തന്നെ ചെയ്തത്. ഇല്ലെങ്കിൽ വെറും കോണ് മാത്രം വെച്ച് ഡ്രില്ല് മാത്രം ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ വർക്കൗട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ കോണുകൾ വെച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെൻറ്ററിൽ നിന്നിട്ട് നാല് മൂലക്ക് വെച്ചിട്ട് കോണ് വെക്കുക. കോണ് വെച്ചിട്ട് അതേപോലെ നിങ്ങൾ സങ്കല്പിക്കുക മനസ്സിൽ, ഇങ്ങനെ പ്ലെയർ ഇങ്ങനെ വരും, അങ്ങനെ വരും. ഈ പ്ലെയർക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഡിഫൻഡർ ഇവിടെ വരുമ്പോൾ തിരിച്ച് നമ്മൾ മറ്റേ പ്ലെയർ കൊടുക്കണമെന്ന് സങ്കല്പിച്ചിട്ട് അതേപോലെ കൊടുത്തു നോക്കുക. അതേപോലെ നിങ്ങൾ കോർണർ പോവുക, 4 കോൺ വെച്ചിട്ട് കോർണർ പോയിട്ട് സെൻറ്ററിലേക്ക് ബോൾ കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഇപ്പോൾ 11 ഗ്രൗണ്ട് ആണെങ്കിൽ ലോങ് ബോൾ സൈഡ് ടു സൈഡ് ഒരു കോൺ വെച്ചിട്ട് നമ്മളെ ലക്ഷ്യം വെക്കണം. നമ്മൾ എവിടെ അടിച്ചാലും എവിടെ പൊന്തി വെച്ചാലും നമ്മൾ എയർ ബോൾ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഒരു മാൻ്റെ ഹൈറ്റിൽ പൊന്തുന്നുണ്ടോ, അപ്പുറത്ത് നമ്മളെ ലക്ഷ്യത്തിൽ പോകുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. വെറുതെ പിടിച്ച് അടിക്കരുത്. നമ്മൾ പവർ കൊടുത്തിട്ടും കാര്യമില്ല. പവറിലാണ് ചിപ്പ് ചെയ്ത് തന്നെ എയർ ബോൾ കൊടുത്ത് പഠിക്കുക. അതിനുശേഷം നമ്മൾ പോസ്റ്റിലേക്ക് അടിച്ച് പഠിക്കുക. പോസ്റ്റിലേക്ക് അടിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് അടിച്ച് പഠിക്കരുത്. അത് നമുക്ക് ഉപകാരപ്പെടില്ല. കിക്കെല്ലാം ശരിയാവും. കിക്ക് ഒട്ടും ശരിയാത്താക്ക്, ഷൂട്ടെല്ലാം ശരിയാത്താക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അടിച്ച് പഠിച്ചോ. നിങ്ങൾക്ക് ഷൂട്ടെല്ലാം ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന ഏറ്റവും ബെറ്റർ. മുമ്പിൽ ഒരു പ്ലെയറുള്ള പോലെ ഇങ്ങനെ 3 സൈഡ് വെക്കുക. ജസ്റ്റ് ഒന്ന് ഫേക്ക് ചെയ്യുക, അടിക്കുക, ജസ്റ്റ് ഒന്ന് ഫേക്ക് ചെയ്യുക, അടിക്കുക. അങ്ങനെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ചെയ്താൽ നമുക്ക് തന്നെ ഒരു ഫീൽ തോന്നും. ഈ ഗ്രൗണ്ട് മൊത്തം ആളുള്ള പോലെ നമ്മൾ അങ്ങനെ ഒരു ഫീൽ ആയിട്ട് കളിക്കുമ്പോൾ നമുക്കത് കളിയിൽ നമുക്കത് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് മാക്സിമം പറയാൻ പറ്റുന്ന അത്ര ഞാൻ പറഞ്ഞു തന്നെ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യാതെ. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയർ ആണോ നിങ്ങൾ ആഗ്രഹമെല്ലാം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടെ കളിക്കാനോ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഡെയിലി വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. വൈകുന്നേരം വന്ന് പ്രാക്ടീസ് ചെയ്യുക, ആളിലേക്ക് പ്രാക്ടീസ് ചെയ്യുക. ഇനി എനിക്ക് കളിക്കാൻ ആളില്ല അങ്ങനെയൊന്നും പറയണ്ട. ഒരു ബോളും ഒരു കോണും ഒരു 1,500 രൂപയ്ക്ക് ചെയ്യുന്ന പരിപാടിയുള്ളൂ. ഗ്രൗണ്ട് നിങ്ങൾ തന്നെ ഒപ്പിക്കേണ്ടി വരും. ഗ്രൗണ്ട് ആക്കി തരാൻ ഒന്നും പറ്റൂലല്ലോ. ഗ്രൗണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ പ്രശ്നം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.